നമസ്കാരം. ജാവാസ്ക്രിപ്റ്റ് നോട്ട് ജസ്റ്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷൻ എങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാമെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫംഗ്ഷൻ്റെ പല പല പ്രത്യേകതകളാണ് കണ്ടിരുന്നത്. ഫംഗ്ഷൻ റിട്ടേൺ ഫംഗ്ഷൻ ആസ് എ റിട്ടേൺ ഇട്ടിരുന്നു, ഫംഗ്ഷൻ ഇൻസൈഡ് ദ ഫംഗ്ഷൻ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷനിലെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് മറ്റൊരു ഫംഗ്ഷനെ പാസ് ചെയ്ത് വിടുന്നു. അപ്പം നമ്മൾ വിളിച്ച ഫംഗ്ഷൻ്റെ അകത്ത് പാസ് ചെയ്തിട്ട ഫംഗ്ഷൻ പാരാമീറ്റർ ആയിട്ട് കിട്ടുന്നു. അവിടെ നമുക്ക് ആ ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം. പ്രോഗ്രാം നോക്കും അത് മാറിക്കോളും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ കഴിഞ്ഞ പ്രോഗ്രാമിലെ പോലെ തന്നെ ഞാനൊരു ഫംഗ്ഷൻ 1നെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, log 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ അതിനകത്ത് കൺസോൾ ലോഗ് 2 എന്ന് പറയുന്നു. അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഞാനൊരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്യാം. പാരാമീറ്റർ അതായത് ഫംഗ്ഷൻ കോളിംഗ് സമയത്ത് പാസ് ചെയ്ത വാല്യൂവിന് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നു. ആ ഫംഗ്ഷൻ്റെ അകത്ത് അത് സ്വീകരിക്കുന്ന വേരിയബിളിനെ പാരാമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഞാനിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നോക്കാം. ഓൺലി ടു മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ 2 എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് ഞാൻ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാസ് ചെയ്യുകയാണ്. ആ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി ഒരു പാരാമീറ്ററെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. കമ്മിങ് എഫ് എന്ന് പറഞ്ഞു. ആ കമ്മിങ് എഫിൻ്റെ അകത്തുള്ളത് എന്തായിരിക്കും? ഒരു കമ്മിങ് എഫ് എൻ്റെ പോകുന്ന ഫ്ലോ ഒന്നുകൂടി നോക്കാം. 2 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതിനുശേഷം 2 എന്ന ഫംഗ്ഷൻ്റെ കോൾ ചെയ്യുന്നു. അതിൻ്റെ അകത്തേക്ക് 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞ സംഭവം ഇത്രയും ഉള്ള ഒരു ഫംഗ്ഷനാണ് 1 എന്ന് പറഞ്ഞ വേരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 പാസ് ചെയ്യുന്നു. 1 പാസ് ചെയ്തുമ്പോഴത്തേക്കും എന്ത് പറയുന്നത്? ആ കമ്മിങ് എഫ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് 1 കിട്ടും. അപ്പോൾ നമ്മൾ 1നെ കോൾ ചെയ്യാൻ എന്ത് ചെയ്യണം? കമ്മിങ് എഫിനെ കോൾ ചെയ്യുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യാൻ എന്ത് ചെയ്യണം? വെറുതെ ഡബിൾ പാരന്തീസിസ് കൊടുത്താൽ മതി. കോൾ ചെയ്തിട്ട് ഇപ്പം നമുക്ക് നോക്കാം ഔട്ട്പുട്ട് എന്തായാലും 2 എന്ന് എൻ്റെ ഓർഡർ ചെയ്യാം. ആദ്യം കൺസോൾ ലോഗ് 2 പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം കമ്മിങ് വന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. വന്ന ഫംഗ്ഷൻ എന്താണ്? 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ആ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് ഉള്ള കാര്യം കൺസോൾ ലോഗിലാണ്. ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മറ്റൊരു ഫംഗ്ഷനെ അവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ആർഗ്യുമെൻ്റ് ആയിട്ട് വന്ന സാധനത്തിനെ ഒരു പാരാമീറ്ററിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ആ പാരാമീറ്റർ ഉപയോഗിച്ച് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും സംശയം ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത് നമ്മൾ കോൾ ബാക്ക് പറയുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഫംഗ്ഷൻ ആസ് എ ആർഗ്യുമെൻറ്റ്, ഫംഗ്ഷൻ ആസ് എ റിട്ടേൺ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മാത്രമേ കോൾ ബാക്ക് മനസ്സിലാകുള്ളൂ. കോൾ ബാക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ജാവാസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മനസ്സിലായെന്ന് പറയും. കാരണം ജാവാസ്ക്രിപ്റ്റിലെ ഈ ബേസ് എന്ന് പറയുന്നത് കോൾ ബാക്കാണ്. അപ്പോൾ കോൾ ബാക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാണ്. 2 ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനിലേക്ക് മറ്റൊരു ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. ആ കിട്ടിയ ഫംഗ്ഷനെ ആ രണ്ടാമത്തെ ഫംഗ്ഷനുള്ളിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാം. താങ്ക് യു.